يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സൂറത്തു സുമറിലെ 23-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രാഥമികമായി വിശദീകരിച്ചിരുന്നു. ഇനി അല്ലാമത്തു സഅദി റഹിമഹുല്ലാ അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള തഫ്സീർ നേർക്കുനേരെ വായിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അഹ്സനുൽ ഹദീസ് ഉദാത്തമായ വചനം ഇറക്കിയിട്ടുള്ളത്. അത് കിതാബൻ ഒരു ഗ്രന്ഥരൂപത്തിൽ ലിഖിത രൂപത്തിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അതിന് ലിപിയുണ്ട്, ശബ്ദമുണ്ട്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ബിൽ ഹുറൂഫി വൽ അസ്വാത്ത്, ലിപികളോടുകൂടി ശബ്ദത്തോടു കൂടിയാണ്. ആ കിതാബ് മുത്തശാബിഹൻ, പരസ്പര സദൃശങ്ങളായ വചനങ്ങൾ എന്നതിന്റെ വിവക്ഷ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഓർമ്മയിൽ കൊണ്ടുവരിക. മസാനിയ, ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നതാണ്. ആ ഗ്രന്ഥത്തിൽ അള്ളാഹു ജനങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയാവലികൾ അടരുകളായി മടക്കുകളിൽ ക്രമീകരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മടക്കി മടക്കി വച്ചിരിക്കുകയാണ് ആശയങ്ങളുടെ അടരുകൾ. ആദ്യം ഒരു കാര്യം പറയും, അതേ കാര്യം കുറച്ചു കഴിയുമ്പോൾ ആവർത്തിക്കും. പക്ഷെ ആദ്യം പറഞ്ഞതിൽ ഇല്ലാത്ത പുതിയ കുറെ ആശയങ്ങൾ ഇതിൽ കൂടുതലുണ്ടാകും. അത് വീണ്ടും ആവർത്തിക്കും. ഇങ്ങനെ ആവർത്തിച്ച് അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈക്കൊണ്ടിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് വസ്സൽനാ ലഹുമുൽ ഖൗൽ, നമ്മുടെ ഈ വചനം അവർക്ക് നാം ആവർത്തിച്ച് കൊടുത്തിരിക്കുന്നു. നിർത്തിയിട്ടില്ല, ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നത് കാണാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ, ജിന്ന് ഇൻസ് വർഗത്തോട് ഒന്നിച്ച് അല്ലാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ നോക്കൂ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. അതുപോലെ തന്നെ ഒരു ഉദാഹരണം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ്. സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ
ഫഹൽ മിൻ മുദ്ദക്കിർ. അത് എത്ര തവണയാണ് ആവർത്തിച്ചത്? ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച്, എന്നാൽ ഓരോ സന്ദർഭത്തിലും ആ കാര്യം ആവർത്തിക്കുമ്പോൾ ആദ്യ തവണ പറഞ്ഞ അതേ അനുഭവങ്ങൾ, അതേ ആശയങ്ങൾ, അതേ അനുഭവങ്ങൾ, അതേ അനുഭൂതികൾ മാത്രമായിരിക്കില്ല അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. മറിച്ച് പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ അത് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരവരുടെ റബ്ബിനെ അറിഞ്ഞു ഭയപ്പെടുന്ന ആളുകൾ, അവർക്ക് ഇഖ്ശിറാർ ഉണ്ടാകും. അങ്ങേയറ്റത്തെ ഭയമുണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിൽ പ്രകടമാകുന്ന ഒരു ഭാവമാണ് ഇഖ്ശിറാർ. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അവന്റെ വഈദുകൾക്ക് ശേഷം പിന്നീട് വഅദുകൾ വരുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അവന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അവന്റെ വഅദിനെ കുറിച്ച് കേൾക്കുമ്പോൾ, തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ അത് ലയ്യിനായി തീരും, ആർദ്രത കൈക്കൊള്ളും. ദാലിക ഹുദല്ലാഹ്. അവന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ ലഭിക്കുന്ന ഈ അനുഭവം, അത് അള്ളാഹു നൽകുന്ന ഹുദയാണ്. അത് ഈമാൻ ഉൾക്കൊണ്ട്, ഈമാൻ യഖീനായാൽ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചു കൊടുക്കുന്ന ഒരു പ്രകാശമാണ് ഹുദ. ആ ഹുദ കിട്ടിക്കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൈവരിക. യഹ്ദീ ബിഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് അവൻ ചേർക്കുന്നു. വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. യാതൊരുവനെ അള്ളാഹു ആ ഹിദായത്തിൽ കൊണ്ടുവരണ്ട, അവൻ ലലാലത്തിൽ പോകട്ടെ. കാരണം അവൻ അതെ അർഹിക്കുന്നുള്ളൂ. അള്ളാഹു വഴി കാണിച്ചു, അള്ളാഹു പിഴപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഫഇന്ന ഇൻദ ഹഉലാഇൽ അഖ്വാം മാ യൂജിബുഹും അലാ ദാലിക്. ഈ ജനങ്ങളുടെ അടുക്കൽ അത് അനിവാര്യമാക്കി തീർക്കുന്ന സ്വഭാവം അവരുടെ അടുക്കൽ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ലാ തഅസ്സുഫൻ, പക്ഷപാതപരമായോ അനീതിയുടെ അടിസ്ഥാനത്തിലോ അള്ളാഹു ഒരാളോടും ചെയ്യുന്നതല്ല. ഒരാൾ അള്ളാഹു ലലാലത്തിൽ വിടാൻ ഉദ്ദേശിച്ചാൽ ഫമാ ലഹു മിൻ ഹാദ്, അവനെ ഹിദായത്തിൽ കൊണ്ടുവരാൻ ഒരാളുമില്ല. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അത് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, ഇപ്പോഴും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ തഫ്സീറിലേക്ക് നോക്കാം. യുഖ്ബിറു തആല അൻ കിതാബിഹി. വളരെ സിമ്പിൾ സെന്റൻസ് ആണ്. ക്ലാസ് പുതിയ കുറെ ആളുകളില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാം. ഒരാൾക്ക് വായിക്കാം, നമുക്കത് വായിച്ചിട്ട് അതിലെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് പോകാമായിരുന്നു. യുഖ്ബിറു തആല അൻ കിതാബിഹി. ഇതിൽ അള്ളാഹു സംസാരിക്കുന്നത്, അവൻ ഇഖ്ബാർ ചെയ്യുന്നത്, വിവരം പറയുന്നത് ഏതിനെ കുറിച്ചാണ്? അൻ കിതാബിഹി അല്ലദീ നസ്സലഹു, അവൻ അവതരിപ്പിച്ചതായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അന്നഹു അഹ്സനുൽ ഹദീസ്. അന്നഹു അഹ്സനുൽ ഹദീസ്, അത് അഹ്സനുൽ ഹദീസാണ്. വചനങ്ങളിൽ ഉദാത്തം. നേരെ വാക്കിന്റെ അർത്ഥം അതാണ്, വചനത്തിൽ ഉദാത്തമായത്. വചനത്തിൽ ഉദാത്തമായത് അഥവാ ഉദാത്തമായ വചനം അത് ഇറക്കിയത് അള്ളാഹുവാണ്. അപ്പോ അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അവൻ തന്നെ നൽകുന്ന വർണ്ണന അത് അഹ്സനുൽ ഹദീസ് അലൽ ഇത്ലാഖ്. അലൽ ഇത്ലാഖ്, നിരുപാധികം. അതാണ് അഹ്സനുൽ ഹദീസ്. അതിനൊരു കണ്ടീഷൻ ഇല്ല, അൺകണ്ടീഷണൽ ആയിട്ടാണ്. അഹ്സനുൽ ഹദീസ് കലാമുല്ലാഹ്. അതിനാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നതീജ, നസ്തംബിതു മിൻഹ്, അതിൽ നിന്ന് നമുക്ക് ഇസ്തിംബാത്ത് ചെയ്യാവുന്നത് അഹ്സനുൽ ഹദീസ് കലാമുല്ലാഹ്, ഉദാത്തമായ വചനം. വചനങ്ങളിൽ ഏറ്റവും ഉദാത്തമായത് കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ വചനമാണ്. വഅഹ്സനുൽ കുതുബിൽ മുനസ്സലത്തി മിൻ കലാമില്ലാഹ് ആദൽ ഖുർആൻ. രണ്ടാമത് അടുത്തതായി മനസ്സിലാക്കേണ്ട കാര്യം, അഹ്സനുൽ കുതുബ് അൽ മുനസ്സല,
അവതീർണമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉദാത്തായിട്ടുള്ളത്, അഹ്സനായിട്ടുള്ളത്, മിൻ കലാമില്ല, അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് അള്ളാഹു ഭൂലോകവാസികൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് ഹാദൽ ഖുർആൻ, ഈ ഖുർആനുമാണ്. അള്ളാഹിന്റെ കലാമിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥം അവൻ ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു കാലാകാലങ്ങളിൽ മനുഷ്യരാശിയിലേക്ക് അമ്പിയാക്കളെയും മുർസലുകളെയും നിയോഗിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യം ഖുർആനിൽ, ഹദീസിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, വഅൻസല മഅഹുമുൽ കിതാബ്, അവരുടെ കൂടെ അവൻ ഗ്രന്ഥമിറക്കി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധാരാളം ഗ്രന്ഥം ഇറക്കി. അതിൽ നമുക്ക് 4 പേര് നമുക്കറിയാം. അതിന് പുറമെ ചില ഏടുകളെ കുറിച്ച് വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധാരാളം ഗ്രന്ഥം അള്ളാഹ് ഇറക്കിയിട്ടുണ്ട്. അവൻ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ, അവന്റെ വചനങ്ങളിൽ നിന്ന് ഭൂലോകവാസികളെ വഴി കാണിക്കാൻ വേണ്ടി അവൻ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് ഹാദൽ ഖുർആൻ, നമ്മുടെ കൈവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ വിട്ടേച്ചു പോയിട്ടുള്ള ഈ ഗ്രന്ഥമാണ്, ഖുർആനാണ്. വഇദാ കാന ഹുവൽ അഹ്സൻ, അപ്പോൾ ഈ ഖുർആനാണ് ഏറ്റവും ഉദാത്തമായ വചനം എന്നിരിക്കെ, ഉലിമ അന്ന അൽഫാളഹു അഫ്സഹുൽ അൽഫാളി വഔളഹുഹ, ഉലിമ മഅലൂമാണ്, അറിയപ്പെട്ടു. അങ്ങനെയാണ് കാര്യമെങ്കിൽ മഅലൂമാണ്, അത് നോൺ ടു എവരിബഡി, ആർക്കും സംശയമില്ലാതെ അറിയാവുന്ന കാര്യമാണ്. അന്ന അൽഫാളഹു, ഈ ഖുർആനിന്റെ പദങ്ങൾ, അഫ്സഹുൽ അൽഫാൾ, പദങ്ങളിൽ വെച്ച് ഏറ്റവും ഫസീഹായ, ഏറ്റവും എലോക്വന്റ് ആയിട്ടുള്ള, ഏറ്റവും സ്ഫുടമായിട്ടുള്ള വാക്കുകൾ ഖുർആനിന്റെ വാക്കുകളാണ്. വഔളഹുഹ, വചനങ്ങളിൽ ഏറ്റവും വ്യക്തതയുള്ള വാക്ക് അത് ഖുർആനിന്റെ വാക്കുകളാണ്. ഖുർആനിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വതസ്പഷ്ടമായിരിക്കും, അത് മുഹക്കമായിരിക്കും. ചില വചനങ്ങൾ ചില കാര്യങ്ങളാൽ, ചില അള്ളാഹുവിന്റെ ചില ഹിക്മത്തിന് വേണ്ടി അവൻ ചില കാര്യങ്ങളിൽ മുത്തശാബിഹായ വചനങ്ങൾ ഇറക്കും. അത് ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ മുത്തശാബിഹായ വചനങ്ങളെ മുത്തശാബിഹായിരിക്കണം എന്നത് അവന്റെ തീരുമാനമായതുകൊണ്ട് അതില് അതാണോ ഇതാണോ അല്ലെങ്കിൽ എങ്ങനെ എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത്തരം മുത്തശാബിഹായ കാര്യങ്ങളിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടാൻ കാര്യമൊട്ടുമില്ല. കാരണം യുഹ്മലു അലൽ മുഹക്കമാത്ത്, മുത്തശാബിഹാത്തുകളെ നമ്മൾ മടക്കേണ്ടത് ആ വിഷയത്തിൽ വന്ന മുഹക്കമാത്തുകളിലേക്കാണ്. സ്വതസ്പഷ്ടമായ, സംശയമില്ലാത്ത, ഒട്ടുമേ സംശയമില്ലാത്ത, ആശയക്കുഴപ്പമില്ലാത്ത, ബഹുമുഖമായ വ്യാഖ്യാന സാധ്യതകളില്ലാത്ത സ്വതസ്പഷ്ടമായ വചനങ്ങൾ ആ വിഷയത്തിൽ ധാരാളം വേറുണ്ടാവും. അതിലേക്ക് സംശയാസ്പദമായ വചനങ്ങളെ മടക്കണം എന്നതാണ് അതിന്റെ കാര്യം. അതോടുകൂടി ആ വിഷയം തീരും. എന്നിട്ട് പറഞ്ഞു, ഖുർആനിന്റെ അൽഫാളുകൾ അഫ്സഹുൽ അൽഫാളി വഔളഹുഹ വഅന്ന മആനീഹി, അതേപോലെ തന്നെ ഖുർആനിന്റെ മആനി, അതിലുള്ള ആശയാവലികൾ, അജല്ലുൽ മആനി വഅന്ന മആനീഹി, ആദ്യം പറഞ്ഞ മആനി അന്നയുടെ ഇസ്മ നസ്ബോട് കൂടി വായിക്കണം, നസ്ബാണ് എന്ന് മനസ്സിലാക്കണം. അജല്ലുൽ മആനി, അതാണ് മഅനകളിൽ ഏറ്റവും ബൃഹത്തായ ആശയങ്ങൾ, ആശയാവലികളിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ളത് അതാണ്. അജല്ലു മർഫൂൾ, അതെന്തുകൊണ്ട്? ഖബറു ഇന്ന മർഫൂൾ. അജല്ലുൽ മആനിയാണ് അത്. ലിഅന്നഹു അഹ്സനുൽ ഹദീസ്, കാരണം ഈ ഗ്രന്ഥത്തെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു തന്നെ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അഹ്സനുൽ ഹദീസ് എന്നാണ്, വചനങ്ങളിൽ ഏറ്റവും ഉദാത്തമായത് എന്നാണ്. അപ്പൊ വചനങ്ങളിൽ ഉദാത്തമാകുമ്പോൾ ഫീ ലഫ്ളിഹി വ മഅന, അതിന്റെ ഉത്കൃഷ്ടത, ആ ഉദാത്തമായ സ്വഭാവം ഏതിലെല്ലാം കാണും? അതിന്റെ പദങ്ങളിൽ കാണും. വ മഅനാഹു, അതിന്റെ ആശയത്തിൽ കാണും. മുത്തശാബിഹൻ, ഖുർആനിക വചനങ്ങൾ ഒന്നിനോട് സദൃശമായി തോന്നും. ഫിൽ ഹുസ്നി വൽ ഇഖ്തിലാഫ്, ഇവിടെ പറയുന്ന മുത്തശാബുഹു ഏതിലാണ്? ഫിൽ ഹുസ്ൻ, അതിന്റെ മികവിന്റെ കാര്യത്തിൽ. വൽ ഇഖ്തിലാഫ്, പരസ്പരം ഒരേപോലെ പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യത്തിൽ, ആശയപരമായ പൊരുത്തത്തിന്റെ കാര്യത്തിൽ. വഅദ്മിൽ ഇഖ്തിലാഫ്, യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളോ ഇല്ലാതെ
അത് ഒരേപോലെ അവക്കിടയിൽ ആശയപ്പൊരുത്തമുണ്ടായിരിക്കും. ഈ കാര്യത്തിലാണ് ഇവിടെ തശാബുഹ് പറഞ്ഞത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഖുർആൻ അള്ളാഹു ഇറക്കിയത് കിതാബൻ മുതശാബിഹൻ. ആ മുതശാബിഹിന്റെ മഅനപ്പോടെ പറഞ്ഞു, മുതശാബിഹൻ ഫിൽ ഹുസ്നി വൽ ഇഖ്തിലാഫി വഅദമിൽ ഇഖ്തിലാഫ്. മികവിന്റെ കാര്യത്തിൽ ഒന്നൊന്നിന് കിടപിടിക്കുന്നതാണ്. അതുപോലെ തന്നെ വൽ ഇഖ്തിലാഫ്, ഒരു വചനം മറ്റൊരു വചനവുമായി ആശയപരമായി പൊരുത്തപ്പെട്ടു പോകുന്ന, യോജിച്ചു പോകുന്നതാണ്. വഅദമുൽ ഇഖ്തിലാഫ്, ഒന്നൊന്നിനോട് ഒരു തരത്തിലും വിരുദ്ധമാവുകയോ വിയോജിച്ചു നിൽക്കുകയോ ചെയ്യാത്തതാണ്. ഇതാണ് മുത്തശാബിഹ്. ബിവജ്ഹിൻ മിനൽ വുജൂഹ്, ഏതെങ്കിലും ഒരു വഴിയിൽ, ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഖുർആനിന്റെ ഒരു വചനം മറ്റൊരു വചനവുമായി ഇഖ്തിലാഫ് ഉണ്ടാകില്ല. മറിച്ച് പൂർണ്ണമായ ഇഖ്തിലാഫ്, അത് പൊരുത്തമാണ്, ആശയ പൊരുത്തമാണ് ഉണ്ടാവുക. ഒന്നൊന്നിനോട് ഹുസ്നിന്റെ കാര്യത്തിൽ, മികവിന്റെ കാര്യത്തിൽ, മേന്മയുടെ കാര്യത്തിൽ ഒന്നൊന്നിനോട് യോജിച്ചു പോകുന്നതാണ്. അത് നമുക്കൊരായത്ത് ഓതുമ്പോ തോന്നും ഒരു വല്ലാത്ത ആയത്ത്. അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരായത്ത് വരുമ്പോൾ ഇത് എന്തൊരായത്ത്, ഏതാണ്, അതാണോ ഇതാണോ? പണ്ട് ആയിഷ മൈമൂൻ വിധി പറഞ്ഞ മാതിരിയാവും. രണ്ടാള് വന്നിട്ട്, രണ്ട് കവികള് മുന്നിലിരുന്നിട്ട് പറഞ്ഞു, ഞാനോ ഇവനോ ഏറ്റവും നല്ല കവി, നിങ്ങൾ വിധിക്ക്, നിങ്ങൾ അത്രയും പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്, നിരൂപകനാണ്, ഞങ്ങളിൽ ആരാണ്? അവസാനം അയാൾ പെട്ടുപോയപ്പോ അയാൾ പറഞ്ഞു, അൻതുമാ കറുക്ബത്തയിൽ ബഈർ, നിങ്ങൾ രണ്ടുപേരും ഒരൊട്ടകത്തിന്റെ കാൽമുട്ട് പോലെ രണ്ടും ഒരേ മാതിരി ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഇരിക്കും കാര്യം. ഇതാണ് അതിന്റെ സ്ഥിതി. അതാണ് മുത്തശാബിഹ് എന്ന് പറഞ്ഞത്. ഹത്താ ഇന്നഹു കുല്ലമാ തദബ്ബറഹുൽ മുതദബ്ബിർ. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന്, അതെന്താണ്? ഹുസ്നിന്റെ കാര്യത്തിൽ. മറ്റൊന്ന് ഇഖ്തിലാഫിന്റെ കാര്യത്തിൽ. മറ്റൊന്ന് ആദിമുൽ ഇഖ്തിലാഫ്. ഈ മൂന്ന് കാര്യത്തിലും അത് ഒരു തരത്തിലും, എല്ലാ മാർഗത്തിലും അത് മുത്തശാബിഹാണ്, പരസ്പരം സദൃശമാണ്, ഒന്നൊന്നിനോട് കിടപിടിച്ചു പോകുന്നതാണ്, തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതെ നമുക്ക് തോന്നുന്നതാണ്. ഹത്താ ഇന്നഹു കുല്ലമാ തദബ്ബറഹു അൽ മുതദബ്ബിർ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്ത വരെ, അതുവരെ. ഹത്തന്റെ അർത്ഥം വരെ എന്നാ, ഈ അവസ്ഥ വരെ. ഇന്നഹു കാര്യം, കുല്ലമാ തദബ്ബറഹു, അതിനെക്കുറിച്ച് തദബ്ബുർ നടത്തുമ്പോഴെല്ലാം, അൽ മുതദബ്ബിർ, ഖുർആനിനെ കുറിച്ച് തദബ്ബുർ നടത്തുന്ന, പര്യാലോചന നടത്തുന്ന, കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന യാതൊരു വ്യക്തിയും അതിനെക്കുറിച്ച് പര്യാലോചന നടത്തുമ്പോഴെല്ലാം, വതഫക്കറ ഫീഹി അൽ മുതഫക്കിർ, ഖുർആനികമായ ആശയങ്ങളിൽ ആലോചിക്കുന്ന, ചിന്ത കൊടുക്കുന്ന, മുതഫക്കിർ, ചിന്തിക്കുന്ന ഒരാൾ ചിന്തിക്കുമ്പോഴെല്ലാം, റഅ, അവന് കാണാൻ സാധിക്കുന്നു. ഒരു മുതദബ്ബിർ അല്ലെങ്കിൽ ഒരു മുതഫക്കിർ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുകയും പര്യാലോചന നടത്തുകയും ചെയ്യുമ്പോൾ അയാൾക്ക് കാണാൻ സാധിക്കും, മിൻ ഇത്തിഫാഖിഹി, അത് ഖുർആനിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗവുമായി യോജിച്ച് നിൽക്കുന്നത്, പൊരുത്തപ്പെട്ട് നിൽക്കുന്നത്. അവക്കിടയിൽ ഒരു വല്ലാത്ത ഓർഗാനിക് യൂണിറ്റിയാണ്, ഒരു വല്ലാത്ത ജൈവികമായ പൊരുത്തമാണ്. ഖുർആനിക ആശയങ്ങൾക്കിടയിലുള്ള ആ ഓർഗാനിക് യൂണിറ്റി, ആ ജൈവികമായ പൊരുത്തം അതിശയകരമാണ്. അത് ചിന്തിക്കുന്ന ഒരാൾക്ക് ഓരോ തവണ ചിന്തിക്കുമ്പോഴും, തദബ്ബുർ നടത്തുന്ന ഒരാൾക്ക് അത് തദബ്ബുർ നടത്തുന്ന ഓരോ ഘട്ടത്തിലും കൂടുതൽ അത് തെളിഞ്ഞു വരും, ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഹത്താ ഫി മആനീഹി അൽ ഗാമിള, ഖുർആനിലുള്ള സൂക്ഷ്മമായ മൈക്രോ ലെവലുള്ള ആശയങ്ങളിൽ പോലും, മആനീഹി ഫി മആനിൽ ഖുർആൻ, ആ ആശയങ്ങൾ തന്നെ ഗാമിള, എല്ലാ നോക്കുന്നവർക്കും മനസ്സിലാകുന്നതല്ല, അത് കുറച്ച് ഗോപ്യമായിരിക്കും. ആഴത്തിൽ മുങ്ങിത്തപ്പാൻ കഴിയുന്ന, ഖുർആനിന്റെ ആശയാവലികളിലേക്ക് ഊളിയിടാൻ കഴിയുന്ന നല്ല വ്യുൽപ്പത്തിയുള്ള പണ്ഡിതന്മാർക്ക് അവർക്ക് മനസ്സിലാകുന്ന അത്തരം ആശയങ്ങളുടെ കാര്യത്തിൽ പോലും ഖുർആനിന്റെ വ്യത്യസ്ത വചനങ്ങൾക്കിടയിൽ, അതിന്റെ ആദിമധ്യാന്ത ഭാഗങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ഒരു ഓർഗാനിക് യൂണിറ്റി, ഒരു ജൈവികമായ പൊരുത്തം നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം കാണാൻ സാധിക്കും? മാ ഖദരിയാണ്, മിഖ്ദാർ പറയാനുള്ളതാണ്. എത്രത്തോളം? യുബ്ഹിറു അന്നാളിരീൻ, അതിൽ നോക്കുന്ന
അതിൽ ചിന്തിക്കുന്ന ആളുകളെ സ്തബ്ധരാക്കി കളയും. അബ്ഹറ യുബ്ഹിറു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ട് അന്താളിച്ചു പോകുന്നതിനാണ്. അതിനെ സ്തബ്ധരാക്കുക എന്നാണ് മലയാളത്തിൽ പറയാം. അതെന്താ വാക്ക് എന്ന് ചോദിക്കരുത്. അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ സ്തബ്ധരാക്കി കളയുന്ന, അവരെ ആശ്ചര്യപ്പെടുത്തി കളയുന്ന, അവരെ അന്താളിപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള അത്ഭുതമാണ്. മാത്രമല്ല, അങ്ങനെ നോക്കുന്ന ഒരാൾ ജസ്മ് ചെയ്യും, അയാൾ കട്ടായം പറയും. ജസമ ബിഹി എന്ന് പറഞ്ഞ ഒരു കാര്യം കട്ടായം പറയാം, ഉറപ്പിച്ച് പറയാം, ഗണ്യതമായിട്ട് പറയാം. എങ്ങനെ പറയാൻ അയാൾക്ക് പറയും? ജസ്മ് ചെയ്ത് പറയാൻ പറ്റും. ബിഅന്ന ഹാദൽ ഖുർആൻ അൽ മുനസ്സൽ അത് ലാ യസ്ദുർ, അത് വരാനിടയില്ല ഇല്ലാ മിൻ ഹകീമിൻ അലീം, ഹക്കീമായ, ഹുക്കുമും ഹിക്മത്തുമുള്ള, അധികാരവും ജ്ഞാനവുമുള്ള ജ്ഞാനിയായ അധികാരസ്ഥനാണ് ഹക്കീം എന്ന് പറയാം. ജ്ഞാനിയായ അധികാരസ്ഥൻ. കാരണം ഹക്കീം എന്ന് പറയുമ്പോൾ അതിൽ ഈ രണ്ടാശയങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അടരുകളിലായിട്ട്. ഒന്ന് ഹിക്മത്തിന്റെ ആശയമുണ്ട്, മറ്റൊന്ന് ഹുക്കുമിന്റെ ആശയമുണ്ട്. അള്ളാഹു എല്ലാ ഹിക്മത്തും അവന്റേതാണ്. അവനിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കിട്ടുന്ന ഹിക്മത്തെ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളൂ. പിന്നെ ഹുക്കുമ്, അധികാരം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കാണ് അധികാരം, സുൽത്താൻ മുഴുവനും ഉള്ളത്. അപ്പോ ജ്ഞാനിയായ അധികാരസ്ഥനാണ് അള്ളാഹ്. അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്നാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അലീം, അലീം എന്ന് പറഞ്ഞാൽ അല്ലാമിനേക്കാളും അപ്പുറാണ് അലീം. സൂക്ഷ്മജ്ഞാനി എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നു മാത്രം, അതിനേക്കാളും അപ്പുറാണ് കാര്യം. അപ്പൊ ജ്ഞാനിയായ അധികാരസ്ഥനായ അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറങ്ങും, അല്ലാതെ വേറെ എവിടെ നിന്നും അത് വരില്ല എന്ന് കട്ടായം പറയേണ്ടി വരും. ഹാദാ അൽ മുറാദു ബിത്തശാബുഹു ഫി ഹാദൽ മൗദിഅ്. ഇതാണ് തശാബുഹ്, പരസ്പര സദൃശം എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞതിന്റെ വിവക്ഷ. കിതാബൻ മുതശാബിഹൻ എന്ന ആയത്തിൽ പറഞ്ഞതിന്റെ വിവക്ഷ ഇതാകുന്നു എന്ന് പറഞ്ഞാൽ അൽ-ഇഖ്തിലാഫ് വഅദമുൽ ഇഖ്തിലാഫ്, അൽ-ഹുസ്ൻ വൽ-ഇഖ്തിലാഫ് വഅദമുൽ ഇഖ്തിലാഫ്. ഈ മൂന്ന് കാര്യങ്ങളാണ് സാദി അടിവരട്ടി പറഞ്ഞത്. മികവ്, മേന്മ. ഇഖ്തിലാഫ് ആശയപ്പൊരുത്തം. അദമുൽ ഇഖ്തിലാഫ് ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ യോജിപ്പ് കുറവുകളോ ഇല്ലായ്മ ഒരു നിൽക്കും. എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് അവസാനം അയാൾ ഗണ്യതമായി പറയേണ്ടി വരും, ഈ ഖുർആൻ ലാ യസ്തുർ, അത് വരാനിടയില്ല ഇല്ലാ മിൻ ഹകീമിൻ അലീം. ഹാദാ അൽ മുറാദു ബിത്തശാബുഹി ഫി ഹാദൽ മൗദിഅ്. വഅമ്മാ ഫി ഖൗലിഹി തആല, എന്നാൽ മുത്തശാബിഹ് ഖുർആനിലുണ്ട് എന്ന് അള്ളാഹുവിന്റെ മറ്റൊരു വാചകത്തിൽ അഥവാ സൂറത്തു ആൽ ഇംറാനിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള വചനം, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്ത് എന്ന് പറഞ്ഞത്. ഫൽ മുറാദു ബിഹ, അവിടെ ആ ആയത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത്, അർത്ഥമാക്കുന്നത് അല്ലത്തി തശ്തബിഹു അലാ ഫുഹൂമി കസീരിൻ മിനൻ നാസ്. ഖുർആനിൽ ചില വചനങ്ങളുണ്ട് തശ്തബിഹു, അത് സംശയാസ്പദമായി നിലകൊള്ളും. ആർക്ക്? അലാ ഫുഹൂമി കസീരിൻ മിനൻ നാസ്, ജനങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ഗ്രാഹ്യശേഷിയിൽ അത് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ വേണ്ടതുപോലെ അവർക്ക് കല്ലും നെല്ലും വേർതിരിക്കാൻ പറ്റാതെ ഇത് ഇങ്ങനെയാവാം, അത് അങ്ങനെയും ആവാം. സംശയം ജനിപ്പിക്കും, വ്യാഖ്യാന സാധ്യതകൾ ഉള്ളതായിട്ട് തോന്നും. വലാ യസൂലു ഹാദൽ ഇഷ്തിബാഹ്, ഈ സംശയം, ഈ ഡൗട്ട് അത് നീങ്ങുകയില്ല ഇല്ലാ ബിറദ്ദിഹ, അത്തരം വചനങ്ങളെ റദ്ദ് ചെയ്താലല്ലാതെ, മടക്കിയാലല്ലാതെ. അതിനെ നമ്മൾ റെഫർ ചെയ്യണം ഏതിലേക്ക്? ഇലൽ മുഹക്കം, ആ വിഷയത്തിൽ വന്നിട്ടുള്ള മുഹക്കമാത്തുകളിലേക്ക്. സ്വതസ്പഷ്ടമായ വ്യാഖ്യാന സാധ്യതകളില്ലാത്ത പ്രബലമായ വചനങ്ങൾ, ആ വചനങ്ങളിലേക്ക് അവയെ മടക്കണം.
വലിഹാദ ഖാൽ, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മിൻഹു ആയാത്തും മുഹക്കമാത്തുൻ, ഖുർആനിൽ ആയാത്തും മുഹക്കമാത്തുണ്ട്, സ്വതസ്പഷ്ടമായ വ്യാഖ്യാന സാധ്യതകളില്ലാത്ത, ബഹുമുഖമായ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങാത്ത സ്വതസ്പഷ്ടമായ പ്രബലമായ വചനങ്ങളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഈ ഗ്രന്ഥത്തിന്റെ ആധാരവചനങ്ങൾ. ആധാരവചനങ്ങൾ വിട്ടിട്ട് നിങ്ങൾ മുത്തശാബിയാത്തിന്റെ പിന്നിൽ പോകരുത്. ബൗഖറു മുത്തശാബിഹാത്ത്, വേറെ കുറച്ച് ആയത്തുകൾ മുത്തശാബിഹാത്ത് ഉണ്ട്. ആ മുത്തശാബിഹാത്ത് വരുമ്പോൾ തദ്വിഷേകമായി അള്ളാഹു ഖുർആനിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള മുഹക്കമാത്തുകളിലേക്ക് അതിനെ നമ്മൾ റെഫർ ചെയ്യണം. ഫജഅല തശാബുഹ ലിബഅലിഹി വഹുനാ ജഅലഹു കുല്ലഹു മുത്തശാബിഹൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഫജഅല, അള്ളാഹു ആക്കി, അത്തശാബുഹ, ഒരു സംശയം തോന്നുന്ന, അതാണോ ഇതാണോ എന്ന് സംശയം തോന്നുന്ന, ആശയക്കുഴപ്പം തോന്നുന്ന, സംശയം തോന്നുന്ന, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സ്വഭാവത്തെ ലിബഅലിഹി, വചനങ്ങളിൽ അവന്റെ ഗ്രന്ഥത്തിൽ ചിലതിലേക്ക് ചേർത്തു. വഹുന, അവിടെ ജഅലഹു കുല്ലഹു മുത്തശാബിഹൻ, അഥവാ സൂറത്തു സുമറിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഖുർആനിലുള്ള എല്ലാ വചനങ്ങളും മുത്തശാബിഹാണ് എന്ന് പറഞ്ഞു. സംശയം ഉണ്ടാകുക എന്നുള്ളത് കുറച്ചു വചനങ്ങൾക്കും, എന്നാൽ അവിടെ ഒന്നൊന്നിനോട് സദൃശമാവുക, ആ സദൃശമാകുന്നത് ഏത് വിഷയത്തിൽ? ഫിൽ ഹുസ്നി വൽ ഇഖ്തിലാഫി വഅദമിൽ ഇഖ്തിലാഫി, ഈ കാര്യത്തിൽ തശാബുഹാണ് എന്നും പറഞ്ഞു. ഐ ഫി ഹുസ്നിഹി, അവയുടെ മികവിന്റെ മേന്മയുടെ കാര്യത്തിൽ. ലിഅന്നഹു ഖാല ഹസനുൽ ഹദീസ്, കാരണം ഖുർആൻ ഹസനുൽ ഹദീസാണ്. വഹുവ സുവറുൻ വ ആയാത്ത്, ഖുർആനിലുള്ളത് അധ്യായങ്ങളാക്കി വെച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. വ ആയാത്തുൻ, വചനങ്ങളാക്കി വേർതിരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വൽ ജമീഉ, ഖുർആനിലുള്ള മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ആയത്തുകളും, മുഴുവൻ അധ്യായങ്ങളും യുഷ്ബിഹു ബഅ്ദുഹു ബഅ്ദ, യുഷ്ബിഹു, അറബി ശ്രദ്ധിക്കുന്നവർ നോക്കുക, യശ്ബഹു അല്ല, യുഷ്ബിഹു, അവ സദൃശമായി നിലകൊള്ളും. ബഅ്ദുഹു, അതിൽ ചിലത്, ബഅ്ദൻ, മറ്റു ചിലതിനോട്, അഥവാ അന്യോന്യം പരസ്പരം സദൃശമായി നിലനിൽക്കുന്നവയാണ്. കമാ ദക്കർന, നാം പറയുന്നത് പോലെ അവ പരസ്പരം സദൃശമായി നിലനിൽക്കുന്നത് ഫിൽ ഹുസ്നി വൽ ഇഖ്തിലാഫി വഅദമിൽ ഇഖ്തിലാഫ്. അതാണ് ഇവിടെ സൂറത്ത് സുമറിൽ പറഞ്ഞത്. എന്നാൽ ആലു ഇംറാനിൽ പറഞ്ഞത് എല്ലാ വചനങ്ങളും മുത്തശാബിഹാന്നല്ല, കുറച്ചെന്നാണ്. അതിൽ അധിക വചനവും മുഹക്കമാണ്, അതാണ് ഉമ്മുൽ കിതാബ്. ഏതെങ്കിലും കാര്യം മുത്തശാബി അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുത്തശാബിയാത്തിനെ നിങ്ങൾ ഉമ്മുൽ കിതാബായിട്ടുള്ള മുഹക്കമാത്തുകളിലേക്ക് മടക്കണം എന്നും പറഞ്ഞു. രണ്ടും രണ്ട് കാര്യമാണ്. എന്നിട്ട് മസാനിയ, പിന്നെ ഖുർആനെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞത് മസാനിയ, അത് മസാനിയായ വചനങ്ങളാണ്. ഐ തുസ്നാ ഫീഹി അൽ ഖിസസു വൽ അഹ്കാം, തുസ്നാ ഫീഹി, അതിൽ മടക്കായിട്ട് ആവർത്തിച്ചു കൊണ്ടുവരും. അൽ ഖിസസു, കഥകൾ, വൽ അഹ്കാം, വിധികൾ. കഥകൾ അഖ്ബാറുകളാണ്. അഖ്ബാറുകളും അഹ്കാമുകളും അള്ളാഹു അതിൽ ആവർത്തിച്ച് മടക്കി, അഥവാ ആവർത്തിച്ച് അത് കൊണ്ടുവരും. വൽ വഅദ് വൽ വഈദ്, വഅദ് അവന്റെ വാഗ്ദാനങ്ങൾ, വഈദ് അവന്റെ താക്കീതുകൾ, ഇത് രണ്ടും ആവർത്തിച്ച് വരും. ഒരു സ്ഥലത്ത് ഒരു വാഗ്ദാനം നൽകി കഴിഞ്ഞല്ലോ, ഞാൻ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി അത് പറയണില്ല. അല്ലെങ്കിൽ പിന്നെ വഴുതിനെ കുറിച്ച് പറയേണ്ട ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക, അതില്ല. ഓരോ മക്കാമിലും എത്രത്തോളമാണോ വഴുത് നൽകേണ്ടത് അത്രത്തോളം വഴുത് പറഞ്ഞിരിക്കും. എത്രത്തോളമാണോ വഴീദ് പറഞ്ഞിരിക്കേണ്ടത് അത്രത്തോളം വഴീദ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കൂടുതൽ കടുപ്പിക്കും, ചിലപ്പോൾ അത് അതിന്റെ സ്വാഭാവിക രൂപത്തിൽ പറഞ്ഞു പോകും. മക്കാമിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് അത് പറയും. ആവർത്തനം ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഖിസസുകൾ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖിസ്സയാണ് ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. 33 സന്ദർഭങ്ങളിലെങ്കിലും അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പരത്തി പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരു കാര്യത്തിന്റെ കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ടാവും, വേറെ സ്ഥലത്ത് അതേ കാര്യം പറയുമ്പോൾ ആ ഭാഗമല്ല, അനുബന്ധമായ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാകുക. ഒരു സ്ഥലത്ത് പറഞ്ഞ അതേ കാര്യം മറ്റൊരു സ്ഥലത്ത് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും നമുക്ക് കിട്ടുന്നത് ഒരേ അറിവുകൾ മാത്രമല്ല, കൂടിയ അറിവുകൾ മറ്റൊരു സ്ഥലത്തുണ്ടാകും, കൂടിയ അനുഭവങ്ങൾ ഉണ്ടാകും.
അതിൽ കൂടിയ അനുഭൂതികൾ നമുക്കത് പ്രദാനം ചെയ്തുകൊണ്ട് എന്താ അത് അത്രയും രസകരമായിട്ടാണ് ഖുർആൻ അങ്ങനെ ആവർത്തിച്ചു പോയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അഹ്കാമുകൾ, വിധികൾ. നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള വിധികൾ പറയുമ്പോൾ അത് ഒരിടത്തങ്ങ് പറഞ്ഞ് അവസാനിക്കല്ല, ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് വഴീദ്. അതാണ് ഖുർആനിൽ ധാരാളമുള്ളത്. അവന്റെ വാഗ്ദാനങ്ങൾ, അവന്റെ താക്കീതുകൾ. അതുപോലെ തന്നെ വസിഫാത്തു അഹ്ലുൽ ഖൈർ, അഹ്ലുൽ ഖൈറിന്റെ നന്മയുടെ ആളുകൾ, അവരുടെ ഗുണഗണങ്ങൾ, അവരുടെ സിഫാത്തുകൾ ആവർത്തിച്ചു വരും. വസിഫാത്തു അഹ്ലിൽ ശർ, തിന്മയുടെ ആളുകൾ, അവരുടെ ഗുണഗണങ്ങൾ ആവർത്തിച്ചു വരും. വതുസ്ന ഫീഹി, ഈ ഖുർആനിൽ തുസ്ന മടക്കി മടക്കി അഥവാ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടുവരും. അസ്മാഉല്ലാഹി വസിഫാത്തുഹു, അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളും ഉന്നതമായ ഗുണവിശേഷങ്ങളും. വഹാദാ മിൻ ജലാലതിഹി വഹുസ്നിഹി, ഇത് ഖുർആനിന്റെ മഹത്വത്തിന്റെ ഭാഗമാണ്, ഖുർആനിന്റെ അവതരണത്തിലുള്ള മികവിന്റെ ഭാഗമാണ്. അതാണ് ഖുർആനിനെ അത്രയും മികവാർന്ന കാര്യമാക്കി തീർക്കുന്നത്. വായിച്ച ഒരാൾക്ക് രണ്ടാമത് വായിക്കുമ്പോൾ മടുപ്പ് വരൂല. ഒരു പുസ്തകം എത്ര തവണ നമുക്ക് വായിക്കാൻ പറ്റും? സാധാരണ ഒരു പുസ്തകം നമുക്ക് 2 or 3 തവണ വായിച്ചാൽ പിന്നെ നമുക്ക് അതിനോട് മടുപ്പ് വരും. ഖുർആനിന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ല. അത് നമ്മൾ വായിക്കും തോറും ഒന്നും കൂടെ വായിക്കണം എന്ന് തോന്നും. മനഃപ്പാഠമായാൽ അത് തന്നെ നാവിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് പദങ്ങൾക്കും ആശയങ്ങൾക്കും ഖുർആനിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. അത് അതിന്റെ മഹത്വത്തിന്റെ ഭാഗമാണ്, അത് അതിന്റെ മികവിന്റെയും മേന്മയുടെയും ഭാഗമാണ്. മിൻ ജലാലത്തിൽ ഖുർആൻ വമിൻ ഹുസ്നിൽ ഖുർആൻ ഫഇന്നഹു തആല ലമ്മ അലിമ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമിൽപ്പെട്ടതാകയാൽ, ലമ്മ അലിം അവന്റെ ഇൽമിൽപ്പെട്ടതാകയാൽ, ഇഹ്തിയാജൽ ഖൽഖി അവന്റെ സൃഷ്ടികൾക്ക് ആവശ്യമുണ്ട് എന്നത്, എന്ത്? ഇലാ മആനീഹി, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആശയാവലികൾ അവന്റെ സൃഷ്ടികൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ആ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ മുസക്കിയ ലിൽ ഖുലൂബ്, അവരുടെ ഹൃദയങ്ങളെ സംസ്കരിക്കുന്നതാണ്. അവരുടെ ഹൃദയങ്ങളെ സംസ്കരിക്കുന്ന ഈ ആശയാവലികൾ അവന്റെ സൃഷ്ടികൾക്ക് എപ്പോഴും ആവശ്യമാണെന്നത് അവന്റെ ഇൽമിലുള്ളതിനാൽ. അൽ മുക്കമ്മില ലിൽ അഖ്ലാഖ്, അൽ മുക്കമ്മില, ആ ആശയാവലികൾ പൂർത്തീകരിക്കും. എന്തിനെ പൂർത്തീകരിക്കും? ലിൽ അഖ്ലാഖ്, അവരുടെ അഖ്ലാഖുകളെ, അവരുടെ നൈതികതയെ. അഖ്ലാഖിന് പറയാവുന്ന കൃത്യമായ മലയാള വാക്ക് നൈതികത എന്നുള്ളതാണ്. നൈ പിന്നെ തത്ത എന്ന് പറയുന്ന നൈതികത, നീതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവരുടെ ഓരോരുത്തരിലുമുള്ള നീതിബോധം, ഓരോരുത്തരിലുള്ള മൊറാലിറ്റി, ഓരോ ആളുകളിലുമുള്ള മൊറാലിറ്റി എന്താണ്, അവരിലുള്ള നീതി എന്താണ്, അവരിലുള്ള എത്തിക്സ് എന്താണ്, ആ എത്തിക്സിനെ അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ അവരുടെ അഖ്ലാഖുകളെ പൂർത്തീകരിക്കും, അവരുടെ ഹൃദയങ്ങളെ തസ്കിയത്ത് ചെയ്യും, സംസ്കരിക്കും. അങ്ങനെയുള്ള ആശയങ്ങളാണ് ഖുർആനിൽ ഉള്ളത് എന്നതിനാൽ ഈ ഖുർആനിനെ അള്ളാഹു ആക്കി ബിമൻസിലത്തിൽ മാഇലി സഖിയിൽ അഷ്ജാർ, വൃക്ഷങ്ങളെ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു വെള്ളത്തെ എങ്ങനെയാണോ നിശ്ചയിച്ചത് അതേപോലെയാണ് മനുഷ്യ മനസ്സുകളെ വളർത്താൻ വേണ്ടിയിട്ട് ഈ ഖുർആനിനെയും ഖുർആനിലുള്ള ആശയങ്ങളെയും അള്ളാഹു വെച്ചിട്ടുണ്ട്. ഒരു മരം നമ്മൾ വളർത്തുമ്പോൾ ഒരു തവണ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു, ഞാൻ ഒഴിച്ചു കൊടുത്തു പറഞ്ഞ് പോന്നാൽ ആ മരം ഉണങ്ങിപ്പോകും. മറിച്ച് രാവിലെ ഒഴിച്ചു കൊടുത്തു, പിറ്റേന്ന് അന്ന് വൈകുന്നേരത്തെ ഒഴിച്ചു കൊടുത്തു, പിറ്റേന്ന് രാവിലെ ഒഴിച്ചു കൊടുത്തു, അന്ന് വൈകുന്നേരം ഒഴിച്ചു കൊടുത്തു, ഇങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളൊരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ അതിന് വെള്ളം, അതിനെ ഇറിഗേറ്റ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതേപോലെയാണ് ഖുർആൻ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ അഖ്ലാഖുകളെ, നമ്മുടെ എത്തിക്സിനെ, നമ്മുടെ മൊറാലിറ്റിയെ, അതുപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, പരിഷ്കരിക്കാൻ, സംസ്കരിക്കാനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ഖുർആൻ അതേമാതിരി ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഫകമാ അന്നൽ അസ്ജാർ കുല്ലമാ ബഅദ അഹ്ദുഹാ ബിസഖിൽ മാഇ നഖസത് ബൽ റുബമാ തലഫത്, വൃക്ഷങ്ങൾ കുല്ലമാ ബഅദ അഹ്ദുഹാ, അതിന്റെ ബന്ധം നീണ്ടു പോകുമ്പോൾ, ഏതുമായുള്ള ബന്ധം? ബിസഖിൽ മാ,
വെള്ളം നനച്ചിട്ട് കുറെ സമയം നീണ്ടുപോയാൽ നഖസ്വത്ത്, ആ വൃക്ഷങ്ങൾ അത് നാഖിസത്താകും. അത് അതിന്റെ പൂർണ്ണതയോളം വളരൂല, അത് ചുരുങ്ങിപ്പോകും, പിന്നെ അങ്ങനെ മുരടിച്ചു നിൽക്കുന്നത് കാണാം. ബൽ റുബമ തലഫത്ത് എന്നല്ല, ചിലപ്പോൾ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെ ചെറുപ്പത്തിൽ ആ മരം അതിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിലെ അതങ്ങ് നശിച്ച് ഉണങ്ങിപ്പോയി എന്നും വരാം. അതേ സന്ദർഭത്തിൽ ബൽ റുബമ തലഫത്ത് വകുല്ലമാ തകററ സഖ്യുഹ, അതിന് ഇറിഗേറ്റ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ ആവർത്തിച്ച് അതിന് വെള്ളം കൊടുക്കുന്നുവോ ഹസുനത്, അത്രത്തോളം ആ വൃക്ഷം അത് നന്നാകും. വഅസ്മറത്, അത് അതിന്റെ ഈൽഡ്, അതിന്റെ ഫലങ്ങൾ നമുക്ക് നൽകും. അൻവാഅസ്സിമാരിൻ നാഫിഅ, നമുക്ക് പ്രയോജനപ്രദമായ പലതരം ഫലങ്ങളും അത് നമുക്ക് നൽകി എന്ന് വരും. ഫകദാലിക്കൽ ഖൽബ്, അങ്ങനെ തന്നെയാണ് മനുഷ്യ ഹൃദയവും. യഹ്താജു, അതിനാവശ്യമാണ്, ദായിമൻ, എപ്പോഴും അതിനാവശ്യമാണ്, ഇലാ തകർറുറി മആനി കലാമില്ലാഹി തആല അലൈഹി, അള്ളാഹുവിന്റെ വചനത്തിലുള്ള ആശയങ്ങൾ, ഖുർആനിലുള്ള മആനികൾ, അതിനെ നമ്മൾ ആവർത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അലൈഹി, നമ്മുടെ ഹൃദയങ്ങൾക്ക് മേൽ. വഅന്നഹു ലൗ തകററ അലൈഹിൽ മഅന മറത്തൻ വാഹിദത്തൻ, ആ കാര്യം ലൗ തകററ അലൈഹി, അവന്റെ ഹൃദയത്തിൽ വരികയാണ്, ആവർത്തിക്കുകയാണ്, അൽ മഅന, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആശയം, മറത്തൻ വാഹിദത്തൻ, ഒറ്റ തവണ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, ഫി ജമീഅൽ ഖുർആൻ, ഖുർആൻ മൊത്തം നമ്മൾ വായിക്കുമ്പോൾ ഒരാശയം ഒറ്റ തവണ വന്നിട്ടുള്ളൂ എങ്കിൽ, ലം യഖഅ മിൻഹു മൗഖിഅൻ, അത് അവന്റെ ഹൃദയത്തിൽ ശരിക്ക് സ്ഥാനം പിടിക്കൂല. ലം യഖഅ, അതൊരു മൗഖിഅ്, അതൊരു സ്ഥാനത്ത് ചെന്ന് ഇരിക്കൂല. ഒരു നല്ല സ്ഥാനത്ത് വേണ്ടതുപോലെ ഹൃദയത്തിൽ അതൊരു സ്ഥാനം പിടിക്കുകയോ ഹൃദയത്തെ അത് ടച്ച് ചെയ്യുകയോ ചെയ്യില്ല. വലം തഹസുലിൻ നതീജ മിൻ, അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന നതീജ, ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവുകയുമില്ല. വലിഹാദ, ഇത് ഒരു വസ്തുതയാകയാൽ, ഇത് മനുഷ്യ മനസ്സിന്റെ ഒരു സവിശേഷമായ സ്വഭാവമാകയാൽ, സലക്കത്തു, സഅദി പറയാണ്, ഞാനും ഈ മാർഗം തന്നെ അവലംബിച്ചു. ഫിഹാദ തഫ്സീർ, എന്റെ ഈ തഫ്സീറിൽ ഞാൻ അവലംബിച്ചു. ഹാദൽ മസ്ലക്കൽ കരീം, ഈ ഉത്കൃഷ്ടമായിട്ടുള്ള ഈ രീതി തന്നെ ഞാനും തഫ്സീറിൽ സ്വീകരിച്ചു. ഇഖ്തിദാഅൻ ബിമാ ഹുവ തഫ്സീറുൻ ലഹു, ഞാൻ ഏതൊന്നിനാണോ തഫ്സീർ നൽകുന്നത് ഖുർആനിലാണല്ലോ, ആ ഖുർആനിന്റെ ശൈലി തന്നെ അതിനെ തഫ്സീറായി എഴുതുന്ന തഫ്സീറിനും ഞാൻ സ്വീകരിച്ചു എന്ന് വെച്ചാൽ, ഫലാ തജിദു ഫീഹിൽ ഹവാല, ഈ തഫ്സീർ സഅദിയിൽ നിനക്ക് കാണാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒരാൾക്കും കാണാൻ പറ്റില്ല. അൽ ഹവാല അലാ മൗദിഇ മിനൽ മവാദി, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് ഇന്നോർത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ പറയണില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് മടക്കി പോകുന്ന പരിപാടിയില്ല. രണ്ടാമത്തെ സ്ഥലത്ത് അത് അള്ളാഹ് പറഞ്ഞത് അത് ആവർത്തിക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് തഫ്സീർ എഴുതുമ്പോൾ ഞാൻ ഇന്നോടത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹവാല ഇടൂല, ഇവിടെയും അതങ്ങ് ആവർത്തിച്ചങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുക. ബൽ കുല്ലു മൗദിഇൻ, മറിച്ച് ഖുർആനിലെ ഓരോ സന്ദർഭത്തിലും തജിദു തഫ്സീറഹു, അതിന്റെ തഫ്സീർ ഞാൻ പറയാറുണ്ട്, ആ തഫ്സീർ നിനക്ക് കാണാവുന്നതാണ്. കാമിലൽ മഅന, അതിന്റെ പൂർണ്ണ ആശയത്തോടു കൂടി, അല്ലാണ്ട് പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നോടത്തുണ്ട് എന്ന് പറഞ്ഞുകാണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് റെഫർ ബാക്ക് ചെയ്തിട്ട് തിരിച്ചു പോരുന്ന രീതി ഇതിലില്ല. ഗൈറ മുറാഇൻ ലിമാ മളാ മിമ്മാ യുശ്ബിഹുഹു, ഗൈറ മുറാഇൻ, ഞാൻ നോക്കാറില്ല, പരിഗണിക്കാറില്ല, ലിമാ മളാ, മുമ്പ് കഴിഞ്ഞു പോയതിലേക്ക്, മിമ്മാ യുശ്ബിഹുഹു, ഇതിനോട് സാദൃശ്യമുള്ള, ഇവിടെ പറയുന്ന ആശയത്തോട് സാദൃശ്യമുള്ള കാര്യം മുമ്പ് കഴിഞ്ഞു പോയ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അത് ഞാൻ ഗൗനിക്കാറില്ല, അവിടെ ഉണ്ടല്ലോ എന്ന് നോക്കാറില്ല. ഇവിടെ ഈ മക്കാമിൽ അതേ കാര്യം പറയുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു ആംഗിളിലായിരിക്കും, വേറൊരു ഡയമെൻഷനിലായിരിക്കും, വേറൊരു സന്ദർഭത്തിലായിരിക്കും. അവിടെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി അനുസരിച്ച് പറഞ്ഞു പോവുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. വൈൻകാന ബഅ്ദുൽ മവാദി, ചില ഭാഗങ്ങൾ ആണെങ്കിലും, യകൂനു, ചിലപ്പോൾ ആയി തീർന്നു എന്ന് വന്നേക്കാം, അബ്സത്ത മിൻ ബഅ്ദിൻ, മറ്റു ചില ഭാഗങ്ങളെക്കാൾ അബ്സത്ത്, പരത്തി പറഞ്ഞതായിരിക്കും. ചിലടത്ത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും, ചിലടത്ത് അഖ്സറായിരിക്കും, ചുരുക്കിയിട്ടുണ്ടാവും, ചിലടത്ത് അബ്സത്ത്, അതിനെ പരത്തി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അബ്സത്ത് മിൻ ബഅദ് വഅക്സറ ഫായിദത്തൻ, കൂടുതൽ ഫായിദകൾ, കൂടുതൽ അറിവുകൾ, കൂടുതൽ അനുഭവങ്ങൾ അവിടെ നൽകുന്നതായിരിക്കും. വഹാകദാ യംബഗി ലിൽ ഖാരിഇ ലിൽ ഖുർആൻ,
ഇങ്ങനെയായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ. അൽ മുതദബ്ബിറു ലിമആനി, അതിന്റെ ആശയങ്ങളെ കുറിച്ച് പര്യാലോചന നടത്തുന്ന ഒരാൾ. അങ്ങനെ ഓരോ സ്ഥലം വരുമ്പോഴും അത് ശരിക്ക് പൂർണ്ണമായി അതിൽ മനസ്സുകൊടുത്ത് വായിച്ചു പോകണം. അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒരേ കാര്യമാണ് പറയുന്നത്, വ്യത്യസ്തമായ ആംഗിളിലാണ് പറയുന്നത്, വ്യത്യസ്തമായ ഡയമെൻഷൻസ് അതിനുണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പുതിയ ആശയങ്ങൾ തന്നെ കിട്ടുന്നുണ്ട്, പുതിയ അനുഭവങ്ങൾ അത് നമുക്ക് നൽകുന്നുണ്ട്, പുതിയ അനുഭൂതികൾ അത് നമുക്ക് പ്രചോദനമേകുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തദബ്ബുർ, അതുകൊണ്ട് തന്നെ അൽ മുതദബ്ബിറു ലിമആനിഹി, ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് ആവശ്യമാണ് അൽ മുതദബ്ബിറു ലിമആനിഹി, അതിന്റെ ആശയങ്ങളെ കുറിച്ച് തദബ്ബുർ നടത്തുന്ന ഒരാൾക്ക് അനിവാര്യമാണ് അല്ലാ യദ, അയാൾ വിട്ടേക്കരുത്, ഉപേക്ഷിക്കരുത് അത്തദബ്ബുറ, പര്യാലോചന നടത്തുന്നത് അയാൾ ഉപേക്ഷിച്ചു പോകരുത്. ഫി ജമീഇൽ മവാദിഇ മിൻഹു, ഖുർആനിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും. ഏതെങ്കിലും ഒരു സ്ഥലം വരുമ്പോ ഇത് മൂസാ നബിയുടെ ചരിത്രം ഞാൻ നേരത്തെ കണ്ടതാണ് എന്ന് പറഞ്ഞ് മറിച്ചിട്ട് പോകരുത്. ഇത് ആദം നബിന്റെ ചരിത്രമാണ്, നമ്മൾ കുറെ കേട്ടതല്ലേ, ഇപ്പൊ 3-4 സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് മറിച്ചിട്ട് പോകരുത്. ഓരോ സ്ഥലത്തും അതിനെക്കുറിച്ച് അതിന് കൊടുക്കേണ്ട വെയിറ്റേജ് കൊടുക്കണം, അതിന് കൊടുക്കേണ്ട സമയം കൊടുക്കണം. അതേപോലെ അത് ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയുന്നിടത്തോളം ഇറങ്ങി തദബ്ബുർ നടത്തിയിട്ടേ പോകുള്ളൂ. ഫഇന്നഹു യഹ്സുലു ലഹു ബിസബബി ദാലിക ഖൈറുൻ കസീർ, അത് കാരണം അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഖൈറുൻ കസീർ, വലിയ ഖൈറാണ് കിട്ടുക. അതങ്ങനെ ചെയ്തു നോക്കുമ്പോഴേ അറിയുള്ളൂ. അല്ലാതെ അത് വേറെ രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്തിട്ട് അങ്ങനെ മെഷറബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ അനുഭവിക്കുകയും അതിന്റെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുകയും ചെയ്യും. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്കെയിൽ വെച്ചിട്ട് അളന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. വനഫ്ഉൻ ഗസീർ, ധാരാളം ബെനഫിറ്റ്സ് അതുകൊണ്ട് നമുക്കുണ്ടാവുകയും ചെയ്യും. നഫ്ഉ, ബെനഫിറ്റ്സ്. ഗസീർ ഐ കസീർ, കസീർ എന്നതിന്റെ മറ്റൊരു പര്യായമാണ് ഗസീർ. വലമ്മാ കാനൽ ഖുർആനുൽ അളീം, കുറച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. വലമ്മാ കാനൽ ഖുർആനുൽ അളീം, ഖുർആൻ അളീം ആയതിനാൽ, ബിഹാദിഹിൽ ജലാല, ഈ പറഞ്ഞ മഹത്വമുള്ളതിനാൽ, വൽ അളമ, ഈ പറയുന്ന ഒരു ഗരിമ, ഒരു പെരുമ ഈ ഖുർആനിനുള്ളതിനാൽ, അസ്സറ ഫീ ഖുലൂബി ഉലിൽ അൽബാബ്, അസ്സറ, അത് തഫ്സീർ നടത്തിയിട്ടുണ്ട്. അസ്സറ, അതുകൊണ്ടാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അസ്സറ യുസ്റു പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക. ഫീ ഖുലൂബി ഉലിൽ അൽബാബ്, ഫീ ഖുലൂബി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളുടെ ഹൃദയത്തിൽ അത് തഫ്സീർ നടത്തുന്നത് ഖുർആൻ ഇങ്ങനെയുള്ളതായതിനാലാണ്. ആ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ശാസ്ത്രബുദ്ധി അല്ല, അൽ മുഹ്തദീൻ, അള്ളാന്റെ ഹിദായത്ത് ലഭിച്ചിട്ടുള്ള, അതിനുള്ള സഹൃദയത്വവും അതിനുള്ള സൽബുദ്ധിയും സഹൃദയത്വവുമുള്ള, അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങളെ വല്ലാതെ ഖുർആൻ സ്വാധീനിക്കും. ഫലിഹാദ ഖാൽ, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ ജുലൂദുകൾക്ക്, തൊലികൾക്ക് പോലും ഇഖ്ശിറാർ ഉണ്ടാകും. ഇഖ്ശിറാർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു അനുഭവമാണത്. രോമാഞ്ചം എന്നൊക്കെ പണ്ട് കാലത്ത് മലയാളം പറയാറുണ്ടായിരുന്നു, പക്ഷെ ആ രോമാഞ്ചം ഇവിടെ അത്ര ഫിറ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ആവർത്തിക്കാത്തത്. അത് ഒരു തരത്തിലുള്ള വജലും അതുപോലെ തന്നെ ഇഷ്മിഇസാസും കൂടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഒരു റിപ്പൾസീവ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ വജൽ, ഒരു വല്ലാത്ത ഒരു ഭയപ്പാട്, പാനിക് സിറ്റുവേഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ച്, അവനെ നമ്മൾ ഭയപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരാകണ്ട് വിറയും, ശരീരം, നമ്മുടെ ബോഡി ഒന്നിട്ട് കൊടയും, അതിന് വിറക്കാൻ തുടങ്ങും, നമ്മുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കും. അതാണ് ഇഖ്ശിറാർ. ലിമാ ഫീഹി മിനത്ത് തഖ്വീഫ് വത്തർഹീബ് അൽ മുസ്ഇജ്, എന്തുകൊണ്ടാണ് ആ അനുഭവം, അത്തരമുള്ള ഒരു പാനിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തുകൊണ്ട് വരുന്നു? കാരണം ഈ ഖുർആനിലുണ്ട് മിനത്ത് തഖ്വീഫ്, അത്രയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. വത്തർഹീബ്, ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അൽ മുസ്ഇജ്, നമ്മെ വല്ലാതെ എംബരാസ് ചെയ്യുന്ന,
ഇസ്ആജ് ഉണ്ടാക്കുന്ന അത്രയും എംബരാസിംഗ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഖുർആനിലുള്ളത് കാരണത്താൽ ആ ഭയപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ച് അള്ളാഹ് ഭയപ്പെടുത്തുന്ന താക്കീത് പറയുന്ന സമയത്ത് സൽബുദ്ധിയും സഹൃദയത്വവുമുള്ള അള്ളാഹിന്റെ ഹിദായത്ത് നേടാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അത്തരക്കാരായ ആളുകളുടെ ജുലൂദുകളിൽ ഇഖ്ശിറാറ് വരുന്നു. അവർക്ക് വല്ലാത്ത ഒരു വിറയലും ശരീരം ഒരു കൊടയലും വരുന്നു. അങ്ങനെ അള്ളാഹു ഒരു ഭീഷണിയെ കുറിച്ച് പറഞ്ഞാൽ, പേടിപ്പിച്ചാൽ അവിടെ നിൽക്കൂല. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പിന്നീട് അവന്റെ റഹ്മത്തിനെ കുറിച്ച് പറയും. അവൻ വഅദ് നൽകും, വാഗ്ദാനങ്ങൾ നൽകും. സ്വർഗീയമായ എന്തെല്ലാം കാര്യമാണ് നല്ലവരായ ആളുകൾക്ക് അവൻ ഒരുക്കി വെച്ചത് എന്ന് പറയും. അവനെ കുറിച്ചുള്ള ഇത്തരം ഓർമ്മകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ അസ്മാഉകൾ, അവന്റെ റഹ്മത്തുകൾ, അതാണ് എപ്പോഴും ഒരു പടി മികച്ചു നിൽക്കുന്നത്. അതിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഐ ഇൻദ ദിക്രി റജാ വത്തർഗീബ്, പ്രതീക്ഷകളെ കുറിച്ച്, തർഗീബ് മോഹമുണ്ടാക്കുന്ന, മോഹം ജനിപ്പിക്കുന്ന, പ്രതീക്ഷ വളർത്തുന്ന കാര്യങ്ങൾ വഅദുകളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യും? അവരുടെ തൊലികളെല്ലാം തന്നെ തെലീനു, അത് ഒരു ആർദ്രഭാവം കൈക്കൊള്ളും. എന്നിട്ട് അത് വഴങ്ങിക്കൊടുക്കും. വഴങ്ങി ഒതുങ്ങി ആർദ്രഭാവം കൈക്കൊള്ളും. ഖുലൂബുഹും, അവരുടെ തൊലികൾ എന്നല്ല, അവരുടെ ഔട്ടർ മുതൽ അവരുടെ ഉള്ളിന്റെ ഉള്ളു ഖുലൂബ് വരെയുള്ള ഭാഗങ്ങൾ ഫഹുവ താറത്തൻ യുറഗ്ഗിബുഹും ലിഅമലിൽ ഖൈർ, ചില സന്ദർഭങ്ങളിൽ അത് അവരെ താല്പര്യമുണ്ടാക്കും, അവരെ പ്രചോദിപ്പിക്കും. ലിഅമലിൽ ഖൈർ, നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. വതാറത്തൻ, മറ്റു ചിലപ്പോൾ യുർഹിബുഹും, അവരെ പേടിപ്പിക്കും, അവരെ ഭീതിപ്പെടുത്തും. മിൻ അമലി ശർ, ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച്. ذلك الذي ذكر الله من تأثير القرآن فيهم. ذلك, അത് എന്ന് പറഞ്ഞാൽ ഏത്? ذلك هدى الله എന്ന് പറയുന്നുണ്ട്, അത് എന്ന് പറയുന്നുണ്ട്. എന്താണ് അത്? അതുകൊണ്ട് ഇഷാറത്താക്കപ്പെട്ടിട്ടുള്ളത്, മുഷാർ ഇലൈഹിയായി വന്നിട്ടുള്ളത്. അല്ലദീ ദക്കറഹുല്ലാ, അള്ളാഹു ഇവിടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യം. മിൻ തഅ്സീരിൽ ഖുർആൻ, ഖുർആനിന്റെ ഇമ്പാക്ട്, ഫീഹിം, അവരിൽ, ഖുർആൻ അവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഈ ഇമ്പാക്ട് ഹുദല്ലാ, അള്ളാഹു നൽകിയിട്ടുള്ള ഹുദയുടെ വെളിച്ചത്തിന്റെ ഭാഗമാണ്. അള്ളാഹു നമ്മുടെ മനസ്സിൽ ഇട്ടു തരുന്ന വെളിച്ചത്തിന്റെ, ഹുദയുടെ ഹിദായത്തിന്റെ ഭാഗമാണത്. ഐ ഹിദായത്തൻ മിൻഹു ലിഇബാദി, അത് അവൻ അവന്റെ ഇബാദുകൾക്ക് കൊടുക്കുന്ന ഹിദായത്താണ്. വഹുവ മിൻ ജുംലത്തി ഫളിഹി വ ഇഹ്സാനിഹി അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഫള്, ഇഹ്സാൻ, ഔദാര്യങ്ങൾ, നന്മകൾ, അതുണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അവൻ അവർക്ക് കൊടുക്കുന്ന ഹിദായത്ത്. അല്ലെങ്കിൽ അതിൽ ഏറ്റവും വലുതാണ് ഹിദായത്ത്. ആ ഹിദായത്തിന്റെ ഭാഗമാണ് അത്. യഹ്ദീ ബിഹി, ഈ ഖുർആനിൽ കൊണ്ട് അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു. ബിസബബി ദാലിക്, ഈ ഖുർആൻ വായിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവർ ഭയപ്പെടുന്നു. അപ്പോൾ അവരുടെ തൊലികൾ പിന്നീട് അവന്റെ വഅദിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ റജാഇന്റെയും റഗ്ബത്തിന്റെയും സന്ദർഭങ്ങളിൽ തലീനു ജുലൂദുഹും വഖുലൂബുഹും, അവരുടെ മനസ്സുകൾ തൊട്ട് അവരുടെ തൊലികൾ വരെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ആർദ്രഭാവം കൈകൊണ്ട് വഴങ്ങി താഴ്ന്നുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം തന്നെ ബിസബബി ദാലിക്, ഖുർആൻ വായിക്കുന്നതിലൂടെ ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്ന, നേടാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, അത് അള്ളാഹു നൽകുന്നത് മൻ യശാഉ മിൻ ഇബാദി, അവന്റെ പടപ്പുകളിൽ നിന്ന് അവരുദ്ദേശിച്ചവർക്കാണ്. വയഹ്തമിലു അന്നൽ മുറാദ ബിഖൗലിഹി, ഇവിടെ ദാലിക്കൊക്കെ അദ്ദേഹം നൽകിയ ആദ്യത്തെ തഫ്സീർ അല്ലദീ ദക്കറഹു അല്ലാഹു തആല മിൻ തഅ്സീരിൽ ഖുർആൻ ഫീ തഅ്സീറുൽ ഖുർആൻ ഫീ ഇബാദി, അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഖുർആൻ വരുത്തുന്ന സ്വാധീനമാണ് ദാലിക കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അതല്ലെങ്കിൽ അതിന് മറ്റൊരു വ്യാഖ്യാനം വരാവുന്നത് അയൽ ഖുർആൻ അല്ലദീ വസഫ്നാഹു ലക്കും, തഅ്സീർ എന്ന് പർട്ടിക്കുലർ ആയിട്ട് പോകണ്ട, ആമായിട്ട് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഖുർആൻ എന്ന് മാത്രം എടുത്താലും മതി. അല്ലദീ വസഫ്നാഹു ലക്കും, ആ ഖുർആനിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് പിന്നീട് അതിന്റെ കൂടെ വർണ്ണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ, ഹുദല്ലാ, അള്ളാന്റെ ഹുദ എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ത്വരീഖ യൂസിലു ഇലല്ലാഹി ഇല്ലാ മിൻ, ആ ഹുദയുടെ വഴിയിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് എത്തുക സാധ്യമല്ല. അല്ലദീ, എങ്ങനെയുള്ള ഹുദ? ലാ ത്വരീഖ്, ഒരു വഴിയേ ഇല്ല. യൂസിലു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മെ എത്തിക്കുന്ന,
ഇല്ലാ മിൻഹു, അതിലൂടെയല്ലാതെ, ഈ ഹുദയല്ലാത്ത വേറൊരു വഴിയിലൂടെ അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് എത്താം എന്ന് നിങ്ങൾ കരുതണ്ട. ഈ ഹുദ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തു വേണം? ശരിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുൻവിധി വെടിയണം, സത്യം അന്വേഷിക്കണം, നമ്മൾ അഹങ്കാരം ഒഴിവാക്കണം, നമ്മളവിടെ തവാദുഅ് കാണിക്കണം. അങ്ങനെ നമ്മൾ അവന്റെ ആയാത്തുകൾ, അത് മുനസ്സലത്താകട്ടെ അല്ലെങ്കിൽ അള്ളാഹ് ഇവിടെ സ്ഥാപിച്ചു വെച്ച ദൃഷ്ടാന്തങ്ങളാകട്ടെ, അതിലൂടെ നോക്കുമ്പോ നമ്മൾ അള്ളാഹിനെ കുറിച്ച് അറിയുന്നു, പഠിക്കുന്നു, അറിയുന്നു. അവന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ അറിയുന്നു. അവസാനം അതൊരു ഇൽമാകുന്നു, അതൊരു ഈമാനാകുന്നു, അതൊരു യഖീനാകുന്നു. അങ്ങനെ ഈമാനായി കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഹുദയുടെ വെളിച്ചം ഇട്ടുകൊടുക്കുന്നു. ഹുദയുടെ വെളിച്ചം ഇട്ടുകൊടുത്താൽ ആ ഹുദ കിട്ടുമ്പോ ആ ഹുദയുടെ വെളിച്ചത്തിൽ അവൻ ഖുർആൻ വായിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള രണ്ട് അനുഭവങ്ങളും ഉണ്ടാകുന്നു. ഒന്ന് ഖൗഫിന്റെ ഘട്ടങ്ങളിൽ അവിടെ ഖുശ്ഉറാർ ഉണ്ടാകുന്നു. എന്നാൽ റജാഇന്റെയും അതുപോലെ തന്നെ റഗബിന്റെയും പ്രതീക്ഷയുടെയും മോഹത്തിന്റെയും സന്ദർഭങ്ങളിൽ അവനെ സംബന്ധിച്ചിടത്തോളം തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, ആ അവസ്ഥയുണ്ടാകുന്നു. ഇത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു മഹത്തായ കാര്യമാണ്. ലാ തരീഖ യൂസുലു ഇലല്ലാഹി ഇല്ലാ മിൻ, ഈ വഴിയിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുകയില്ല. യഹ്ദി ബിഹി മൻ യശാഉ മിൻ ഇബാദി, അവന്റെ അടിയാറുകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ നൽകുന്നു. മിമ്മൻ ഹസുന ഖസ്തുഹു, അവന്റെ അടിയാറുകളിൽ നിന്ന് ആർക്കാണ് അത് അള്ളാഹ് കൊടുക്കുന്നത്? ഹസുന ഖസ്തുഹു, സതുദ്ദേശമുള്ള അടിയാറുകൾക്കാണ് കിട്ടുക. യാതൊരുത്തന്റെ ഖസ്ദ് ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, ഹസുന അത് നല്ലതായി തീർന്നു. ദുഷ്ടലാക്കുമായി, ദുഷ്ടലക്ഷ്യങ്ങളുമായി, വളവും തിരിവും വക്രതയുമായി നടക്കുന്ന ആളുകൾക്കുള്ളതല്ല അത്. കമാ ഖാല തആല യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അല്ലാഹു ഇത് മുഖേന ഹിദായത്ത് കൊടുക്കുന്നത് ആർക്കാണ്? മൻ ഇത്തബഅ റിദ്വാനഹു, അവന്റെ പ്രീതി, അവന്റെ തൃപ്തി അത് പിന്തുടരുന്നവർക്കാണ്. സുബുലസ്സലാം, അവന്റെ സലാമായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, എന്നാൽ ഏതൊരുത്തരെ അള്ളാഹു വലാലത്തിൽ വിടുന്നുവോ അവനെ പിടിച്ചിട്ട് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാളുമേ ഇല്ല, ഒരു ഹാദ് ഉണ്ടാവില്ല. ലിയന്നഹു ലാ തരീഖ്, കാരണം ഒരു വഴി തന്നെ ഇല്ല. യൂസുലു ഇലൈഹി ഇല്ലാ തൗഫീഖുഹു, അവനിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയേ ഇല്ല, ഏതല്ലാതെ ഇല്ലാ തൗഫീഖുഹു, അവന്റെ തൗഫീഖ് കിട്ടണം. അവന്റെ തൗഫീഖ് എന്തിന്? ലിൽ ഹിദായ, അവന്റെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അവൻ തന്നെ നിക്ഷേപിച്ച് തരുന്ന ഒരു വെളിച്ചമാണ്. അത് ഏത് ഹൃദയത്തിലെ ആ വെളിച്ചം അവൻ നിക്ഷേപിക്കുകയുള്ളൂ? ഇൽമു കൊണ്ട്, അവനെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് ഈമാനായി, യഖീനായി ഉറച്ചു വന്നിട്ടുള്ള ഈമാനുള്ള, ഈമാൻ കൊണ്ട് ബുദ്ധിയും മനസ്സും അത് തെളിച്ചമുള്ള ദീപ്തമായി കിടക്കുന്ന അതിലേക്ക് എന്ത് ചെയ്യുള്ളൂ? അള്ളാന്റെ വെളിച്ചിറങ്ങുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു നൂറു സമാവാതി വല്ലം മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ വസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരി. ആ ആയത്തുനൂർ ഒന്ന് പഠിക്കേണ്ട തന്നെയാണ്. അത് ഇതിന്റെ കൂടെ ഇപ്പങ്ങൾ ഈ വായിച്ചതിന്റെ കൂടെ ആയത്തുനൂർ കേൾക്കുമ്പോ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേറെ വേറെ മനസ്സിലായി കിട്ടും. സ്വന്തമായിട്ട് ആയത്തുനൂർ ആരോടെങ്കിലും ഒക്കെ ഒന്ന് അത് അറിയുന്ന ആൾക്കാരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കി. അത് ഇവിടെ വളരെ പ്രധാനമാണ്. നമ്മൾ ഈ പറഞ്ഞതിന്റെ പൂർത്തീകരണം ആയത്തുനൂറിലാണുള്ളത്. വത്തൗഫീഖ്, അവന്റെ തൗഫീഖ് ആണെങ്കിൽ ലിൽ ഇഖ്ബാലി അലാ കിതാബിഹി, ആ തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ തൗഫീഖിലൂടെ മാത്രമേ അത് കിട്ടുള്ളൂ, ഹിദായത്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അവന്റെ തൗഫീഖിലൂടെ മാത്രമേ അവന്റെ ഗ്രന്ഥത്തിനോടുള്ള ആഭിമുഖ്യം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വായിക്കാനും മടിയുള്ള ആൾക്കാരുണ്ടാകും. ഫൈദാലം യഹസുൽ ഹാദ, ഇതിനുള്ള തൗഫീഖ് കിട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ ഗ്രന്ഥം അത് കേൾക്കാൻ, അത് വായിക്കാൻ, അത് പഠിക്കാൻ, അത് തദബ്ബുർ നടത്താൻ, അത് അമലാക്കാൻ അതിനുള്ള ഒരു തൗഫീഖ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഹിദായത്ത് കരസ്ഥമാക്കാനുള്ള ഒരു തൗഫീഖ് കിട്ടിയിട്ടില്ല എങ്കിൽ ഫലാ സബീല ഇലൽ ഹുദ, പിന്നെ ഒരാളെ നമുക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വഴിയില്ല. വമാ ഹുവ ഇല്ല ളലാലുൽ മുബീൻ വശഖ, പിന്നെ അവിടെ അവന് അവശേഷിക്കുന്നത് ളലാലും ഷഖാവും വഴികേടും ദൗർഭാഗ്യവും മാത്രമേ പിന്നെ അവനുള്ളൂ. വേറെ അവന്റെ മുന്നിൽ മൂന്നാമതൊരു വഴിയില്ല. അത് രണ്ടാമത്തെ കാര്യം ഇത് മാത്രമാണ്. വലാ സാലിസ ലഹു, അതിന് മൂന്നാമത്തെ ഒരു കാര്യമല്ല. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി നിങ്ങൾ സ്വന്തം വായിച്ചാൽ തന്നെ കിട്ടാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. ഞാൻ പറയുന്നു, അത്ര താല്പര്യമുള്ള ആളുകൾ സ്വന്തമായിട്ട് അടുത്ത ഒരാഴ്ചന്റെ ഉള്ളിൽ സൗകര്യത്തിനനുസരിച്ച് ആവർത്തിച്ച് നോക്കി കിട്ടാത്ത ഭാഗം ചോദിച്ചാൽ വീണ്ടും ക്ലിയർ ചെയ്ത് തരാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും. അതിൽ യാതൊരു മടിയും വിചാരിക്കണ്ട. ഇവിടെ നിന്ന് നമ്മൾ നിർത്താൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.